All right. So anyway, ഈ ഒരു നെറ്റ് എക്സാം എഴുതാനായിട്ട് ചിലപ്പോൾ ഫ്രഷ്ലി ആസ്പയറൻസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടാവും. പുതുതായിട്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് നടത്തിയിട്ട് നെറ്റ് ഹോൾഡേഴ്സ് ആയിട്ട് JRF ജേർണിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. സോ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസസ് ആർ ഔട്ട് ദെയർ എന്നുള്ളത് അറിയാം. സോ എല്ലാരെയും കൺസിഡർ ചെയ്തിട്ട് ഓവറോൾ ആസ്പെക്ട് ഓഫ് ദിസ് എക്സാമിനേഷൻ കവർ ചെയ്യാനാണ് ഈ ഒരു ഓറിയന്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ യെസ്, പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ സിലബസും MCJ സ്പെസിഫിക് ആയിട്ടുള്ള കോർ ഏരിയാസ്, അതായത് ലാസ്റ്റ് ഇയർ PYQ പ്ലസ് ഒരു കോൺസിക്യൂട്ടീവ് ടേംസിലെ PYQs എല്ലാം ബേസ് ചെയ്തിട്ടുള്ള കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. 2025 ലേറ്റസ്റ്റ് PYQ അനാലിസിസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു വിത്തിൻ ലിമിറ്റഡ് ടൈം ഫ്രെയിമിനുള്ളിൽ എങ്ങനെ നമുക്ക് മാക്സിമം ഇഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി കുറച്ച് PYQ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. If this is seen by someone who is new to this exam, അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്, അങ്ങനെ ഒരു ഫ്രഷ് കാറ്റഗറിയിലുള്ള ആളുകളാണ് എങ്കിൽ ദിസ് സ്ലൈഡ് ഇസ് ഫോർ ദം. ഓൾറെഡി എക്സാംസ് എഴുതി ഇട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് നന്നായിട്ട് പരിചിതമായിരിക്കും എല്ലാ പോയിന്റ്സും ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ കൺസിഡറിങ് എ ഫ്രഷ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഞാൻ ഓവറോൾ നെറ്റ് എക്സാം അതിന്റെ ഐഡിയ എന്താണ്, എങ്ങനെയാണ്, മോഡ് ഓഫ് എക്സാം, എലിജിബിലിറ്റി എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇതൊരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ബീങ് കണ്ടക്ടഡ് ബൈ UGC ആൻഡ് NTA. നമുക്ക് വർഷത്തിൽ 2 സൈക്കിളിലാണ് ഈ എക്സാം വരുന്നത്. ജൂൺ ആൻഡ് ഡിസംബർ സൈക്കിൾ. ഒരു 3 hour ലോങ് എക്സാം ആണ്. ഓഫ് 150 MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ദി ഓവറോൾ മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എ വെയിറ്റേജ് ഓഫ് 2 marks. സോ അങ്ങനെ ഓവറോൾ 300 മാർക്സിലാണ് വരുന്നത്. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാം എന്നുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ എ PG ഗ്രാജുവേറ്റ് ഇൻ മീഡിയ സ്റ്റഡീസ് ഓർ എനി ഏരിയാസ് റിലേറ്റഡ് ടു ജേർണലിസം, നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ PG അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ PG പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒറ്റൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. PG ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50 to 55% പെർസെന്റേജ് ഓഫ് മാർക്ക് വേണം. ആൻഡ് നിങ്ങൾ ഇപ്പൊ PG പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അപ്പിയറിംഗ് അല്ലെങ്കിൽ ഇപ്പോ കറന്റ് PG പെർസ്യൂയിങ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾക്കറിയാം ഇതിൽ ക്രാക്ക് ആവുന്ന 3 ടൈപ്പ് ഓഫ് എലിജിബിലിറ്റി ആണുള്ളത്. നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആയിട്ടുണ്ട്, പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, പ്ലസ് PhD ആണ്. സോ ഇഫ് യു ആർ എ റിസർച്ച് ഓറിയന്റഡ് പേഴ്സൺ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി JRF ക്രാക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ ദ ഡ്രീം എന്നുള്ളത്. നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും PhDക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് യു ആർ ക്രാക്കിംഗ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഓർ PhD ഒള്ളി, അല്ലെങ്കിൽ നെറ്റ് ആൻഡ് PhD ഒള്ളി എന്നുള്ളൊരു കാറ്റഗറി ആണ് എങ്കിൽ ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് വാലിഡിറ്റി ഫോർ യു ടു പ്രാക്ടീസ് ടീച്ചിങ്, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി, ജേർണലിസം ഫാക്കൽറ്റി എന്ന നിലയിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റി കോളേജസിലൊക്കെ നമ്മള് എലിജിബിൾ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറിയാണിത്. ആൻഡ് PhD ഒള്ളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെരി ഫ്യൂ ടേംസ് അതിന് മുന്നേ ഉള്ള എക്സാം റിലേറ്റഡ് ചെയ്ത് വന്നിട്ടുള്ള കാറ്റഗറിയാണ് JRF, പിന്നെ നെറ്റ്, PhD, then PhD ഒള്ളി. സോ ഇഫ് യു ആർ ക്രാക്കിംഗ് ദിസ് 2 comes along. ആൻഡ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് നമ്മളെല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോയി എഴുതാം എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. സോ ഇനി ആർക്കൊക്കെ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ
അപ് ടു 30 ഇയേഴ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. Again, there is a 5 years of relaxation if you are a female candidate അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് എങ്കിൽ. നമുക്ക് മൾട്ടിപ്പിൾ ടൈം എഴുതാം, കോൺസിക്യൂട്ടീവ് ആയിട്ട് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ആൻഡ് വർഷത്തിൽ 2 പ്രാവശ്യം ഈ എക്സാം വരുന്നുണ്ട്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ ജൂൺ ആൻഡ് ഡിസംബർ സൈക്കിളിൽ ഈ എക്സാം വരുന്നുണ്ട്. സോ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ. സോ അഗെയിൻ ഇപ്പോ ഈ ഒരു മീറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കാറ്റഗറി ഓഫ് ആളുകൾ, ഇഫ് യു വർക്കിംഗ് ഓർ സ്റ്റഡിങ് അല്ലെങ്കിൽ കരിയർ ഷിഫ്റ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഗ്യാപ്പ് ഇയർ വന്നവരായിക്കൊള്ളട്ടെ, ഏത് രീതിയിൽ നമുക്ക് ഇനി വെറും തികച്ചും 3 മാസമില്ല. അപ്പോ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എങ്ങനെയൊക്കെ നമുക്ക് എഫക്റ്റീവായി പഠിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവിടെ കൂടുതലും ഈ ഒരു മീറ്റിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ തരാം. നമുക്ക് ഓരോ സെറ്റും അല്ലെങ്കിൽ ഓരോ ടേമിലെ എക്സാമിനും ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട് ഓഫ്സ് ആണ് വരുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ദ ടഫ്നെസ് ഓഫ് ആർ എക്സാം, അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികളെ അറ്റൻഡ് ചെയ്തു, ദ നമ്പർ ഓഫ് ഓവറോൾ കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റിംഗ്, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും കട്ട് ഓഫ്. സോ ഒരു പ്രീസെറ്റ് കട്ട് ഓഫ് ഇല്ല. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റിറ്റീവ് എക്സാം ആണെന്ന് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞു. സോ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൽ ദർ ആർ ഓൺലി പോസിബിലിറ്റി ഓഫ് 6% ഓഫ് ദം ടു ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ JRF, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD ആ ഒരു കാറ്റഗറീസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ 6%-നെ പറ്റുന്നുള്ളൂ. ലൈക്ക് അങ്ങനെയാണ്. ആ 6%-ല് 1% ഇസ് അഗെയിൻ ഗെറ്റിംഗ് ക്വാളിഫൈഡ് ഫോർ JRF എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കി വെക്കാം. സോ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ജനറൽ പേപ്പർ സ്പെസിഫിക് ആയിട്ട് ഇറ്റ് ഡിഫേഴ്സ്. ഇനി അടുത്ത സ്ലൈഡിൽ റീസെന്റ് ആയിട്ടുള്ള, അതായത് ജൂൺ 2025 എക്സാം ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ജൂൺ 2025 എക്സാമിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം തന്നെ അതിന് മുന്നത്തെ കുറച്ച് പ്രീവിയസ് ടേംസിലെ കട്ട് ഓഫും നിങ്ങൾക്ക് കാണിച്ചു തരാം ഫോർ ഗെറ്റിംഗ് എ ജനറൽ ഐഡിയ. ജൂൺ 2025 ടേമില് ഇങ്ങനെയായിരുന്നു കട്ട് ഓഫ്. JRFന് ഇത്രത്തോളം, കാറ്റഗറീസിന് ഇത്രത്തോളം സ്കോർസ് ആയിരുന്നു ദ ബെഞ്ച് മാർക്ക്. നെറ്റിന് ഇത്രത്തോളമാണ്, PhDക്ക് ഇത്രത്തോളമാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ടേമില് കട്ട് ഓഫ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും Q&A, ക്വസ്റ്റ്യൻ, കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ദി എൻഡ് ഓഫ് ദ സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സേവ് ഓൾ ഓഫ് യുവർ കൺസേൺസ് ഫോർ ദി എൻഡ് ഓഫ് ദ സെഷൻ കേട്ടോ. ആൻഡ് നമുക്ക് ഈ ജൂൺ 2025 മുന്നേ ഉള്ള ടേമില് കട്ട് ഓഫ് JRF കാറ്റഗറിക്ക്, എസ്പെഷ്യലി ഫോർ ജനറൽ കാറ്റഗറിക്ക് സെയിം ആയിരുന്നു, 216 ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എക്സാമിന്. സോ എല്ലാ സബ്ജക്റ്റിനും ഒരുവിധം കട്ട് ഓഫ് നല്ല കുറവായിരുന്നു ലാസ്റ്റ് ടേമില്. അപ്പോ അടുത്ത ടേമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ എക്സാമിന്റെ ടഫ്നെസ് റിലേറ്റഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതിരിക്കും കട്ട് ഓഫിന്റെ ആ ഒരു വേരിയേഷൻ വരുന്നതിൽ. നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ ടേംസിലെ കട്ട് ഓഫ്സ് അറിയണമെങ്കിൽ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഡീപ്പായിട്ട് നോക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, സോ ദാറ്റ് യു ക്യാൻ അനലൈസ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാം. ഇപ്പോ ഈ സെഷനിൽ ജോയിൻ ചെയ്തവര് എത്ര പേര് നെറ്റിന് വേണ്ടി ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊന്ന് പറയാമോ? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസിന് അറ്റൻഡ് ചെയ്യാൻ വന്നതാണോ? എനിക്ക് ആ ഒരു ഐഡിയ തരാമോ? എത്ര പേര് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുകയാണെങ്കിൽ അതും പറയാട്ടോ. പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. എനിവേ ഈ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാവരും ഒന്നെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് അല്ലെങ്കിൽ നെറ്റ് ഓറിയന്റഡ് ആയിരിക്കുമല്ലോ. സോ ഈ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാം. നമുക്ക് ഇഫ് വി ആർ ക്രാക്കിംഗ് നെറ്റ് ഓർ JRF ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം,
നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhDക്ക് വേണ്ടിയിട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. JRF കാറ്റഗറിയിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി അറൌണ്ട് 35,000 നിയർ നമുക്ക് എമൗണ്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ആൻഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് യുവർ റിസർച്ച് ജേർണി ഈ JRFനെ നിങ്ങൾക്ക് SRF ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കും, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതേപോലെ ഇഫ് യു ആർ ക്രാക്കിംഗ് നെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലൈഫ് ലോങ് വാലിഡിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഐ എം ടെല്ലിംഗ് ദിസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് ഒരു റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് കരിയർ ഓപ്ഷൻ അല്ലാണ്ട് മറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിട്ടുള്ള ONGC ലൈക്ക് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ PRO പോസ്റ്റില് പബ്ലിക് റിലേഷൻ ഓഫീസർ പോസ്റ്റില് എലിജിബിൾ ആണ് നമ്മൾ. അവരുടെ ഒരു ടേമിലെ കോൾ ഫോർ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേമിൽ നെറ്റ് ഓർ JRF ക്രാക്ക് ചെയ്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെ നമുക്ക് കരിയർ ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു കാര്യവും ഇഫ് യു ആർ പ്രിപ്പയറിംഗ് യു വിൽ ബി വെരി മച്ച് അവെയർ ഓഫ് ഇറ്റ്. നമ്മുടെ പേപ്പർ 1 10 മൊഡ്യൂൾസ് ഉണ്ട്, പേപ്പർ 2 10 മൊഡ്യൂൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പേപ്പർ 1 നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കവർ ചെയ്ത് ICT, കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, അങ്ങനെയാണ് ടോപ്പിക് വരുന്നത്. ഞാൻ അതിലേക്ക് ഇൻഡെപ്ത് പോകുന്നില്ല. നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഒരുമിച്ച് കവർ ചെയ്യാൻ കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പേപ്പർ 2 സിലബസ് PYQ ഓറിയന്റഡ് ആയിട്ട് പേപ്പർ 2 ഫോക്കസ് ചെയ്യേണ്ട കോർ ഏരിയാസ് ആണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് എ വെയിറ്റേജ് ഓഫ് 2 മാർക്സ്. ഇതാണ് MCJ സിലബസ് ഓവറോൾ ആയിട്ട് വരുന്നത്. നമ്മൾ MCJ സ്റ്റുഡൻസിന് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഓൾ ദീസ് 10 യൂണിറ്റ്സ് നമുക്ക് 3 യൂണിറ്റ്, അതായത് ഒന്നാമത്തെ യൂണിറ്റിൽ കവർ ചെയ്തു പോകുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ മോഡൽ, കമ്മ്യൂണിക്കേഷൻ തിയറീസ് മുതലായവ. 8ാമത്തെ യൂണിറ്റിൽ വരുന്ന ICT ആൻഡ് മീഡിയ യൂണിറ്റ്, അതേപോലെ തന്നെ യൂണിറ്റ് 10 കമ്മ്യൂണിക്കേഷൻ റിസർച്ച്. ഇത് 3ഉം നമുക്ക് പാരലലി പേപ്പർ 1 ഓവർലാപ്പ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എൻ എക്സ്റ്റൻഷൻ. നിങ്ങൾക്ക് ഒരുമിച്ച് ഇത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ച് MCJ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ബെനിഫിറ്റ് പോയിന്റ് ആണ്. സോ ഇത്രയുമാണ് യൂണിറ്റ് വരുന്നത്. ഇതിൽ ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് പേപ്പർ 1 പഠിക്കാനുണ്ട്, വിച്ച് ഇസ് എ പ്ലസ് പോയിന്റ് ഫോർ അസ്. MCJ സിലബസും അതിന്റെ കോർ ഏരിയാസുമാണ് അടുത്തത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് ടേംസിൽ വന്നിട്ടില്ല PYQ ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് നോട്ട് ചെയ്തേക്കാണ്. ഇതൊരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് അല്ല. ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്, ഇതൊരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് അല്ല. നമുക്ക് നന്നായിട്ട് റെഫർ ചെയ്യാൻ, ഡീപ്പായിട്ട് വായിക്കാൻ ഒരു സിലബസ് ഉണ്ട്. എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ആണ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളിപ്പോ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കോർ ഏരിയാസ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. എഗെയിൻ ദിസ് ഇസ് നോട്ട് എ കോംപ്രിഹെൻസീവ് ലിസ്റ്റ്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ആണ് ഓൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസ് കമ്മീഷൻ ആൻഡ് PCI, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ യൂണിറ്റ് 6, അതായത് മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് എന്ന യൂണിറ്റിലും നമ്മൾ കവർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അവിടെ ഓവർലാപ്പ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മാസ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ്, ഇത് നമുക്ക് പേപ്പർ 1 കമ്മ്യൂണിക്കേഷൻ മോഡൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. യൂണിറ്റ് 2 ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, ഇതൊരു കുട്ടി യൂണിറ്റ് ആണ്. ബട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഏറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എല്ലാ പ്രാവശ്യവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഡെവലപ്മെന്റ് പാരഡിംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ റിഫോമേഴ്സും പഠിക്കാനുണ്ട്.
ഞാൻ നെറ്റ് ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ളത് ഒരു സ്കോളറിന്റെ അടുത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്കോളറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആള് ഒട്ടും ചിന്തിക്കാതെ വിതൗട്ട് എ സെക്കൻഡ് തോട്ട് പറഞ്ഞ ഒരു ഏരിയ ആണ് സോഷ്യൽ റീഫോമേഴ്സ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ടേമിലെ എക്സാമിലും നമ്മൾ PYQ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തത് യൂണിറ്റ് 3 ആണ്, റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ന്യൂസ് ഏജൻസി ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ ജേർണലിസം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ടെർമിനോളജീസ്, ഈ ടെർമിനോളജീസ് എല്ലാ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെർമിനോളജീസും നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വർടൈസിംഗ് ടെർമിനോളജീസ് പ്രതീക്ഷിക്കാം, അത് യൂണിറ്റ് 4 ആണ്. മീഡിയ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് നമുക്ക് പ്രതീക്ഷിക്കാം, അത് യൂണിറ്റ് 7 ആണ്. സോ അതൊരു ജനറൽ കാറ്റഗറി ആയിട്ട് നമുക്ക് കരുതാം. ആൻഡ് അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് 4ാമത്തെ യൂണിറ്റ്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗ് ആണ് പഠിക്കുന്നത്. ഇന്ത്യൻ കോൺടെസ്റ്റിലും ഇന്റർനാഷണൽ കോൺടെസ്റ്റിലും പഠിക്കുന്നുണ്ട്. ആഡ് ഏജൻസീസ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അഡ്വർടൈസിംഗ് റിലേറ്റഡ് ലോസ് പഠിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന് ക്യാമ്പയിൻസ് ആൻഡ് സ്ലോഗൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഇച്ചിരി ഫാക്ച്വലും കൂടെ ആയിരുന്നു, നമ്മൾ ഇതും കവർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 5 ആണ് PR ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ PR-ന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, PR മോഡൽസ് ആണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ലേറ്റസ്റ്റ് എക്സാമിന് ജൂൺ 2025 എക്സാമിന് PR ടൂളായി അല്ലെങ്കിൽ PR ടൂളായിട്ടുള്ള എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ മീഡിയ ലോസ് ആൻഡ് എത്തിക്സ്, ഇവിടെ മീഡിയ ആക്ട്സും ലോസും നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 1 പഠിച്ച പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പഠിക്കുന്നുണ്ട്. INB മിനിസ്ട്രി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഓർഗനൈസേഷൻ, അവരുടെ ഫംഗ്ഷൻ, ഫൗണ്ടിങ് ഇയർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ മീഡിയ ലോസ് ആൻഡ് ആക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലോസ് ആൻഡ് ആക്ട്സ് വളരെ ഡീപ്പായിട്ട് ഡ്രൈ ആയിട്ട് പഠിക്കണം എന്നുള്ളതല്ല, അതിന്റെ ഇയർ ക്രോണോളജിയിൽ എപ്പോഴും റിപ്പീറ്റ് ആയി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് 7ാമത്തെ യൂണിറ്റ് ആണ്, യൂണിറ്റ് 7 മീഡിയ മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ പ്രിന്റ്, റേഡിയോ, TV പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മീഡിയ മാനേജ്മെന്റ്, അതായത് പ്രൊഡക്ഷൻ ഫേസസിലെ മാനേജ്മെന്റ് ഓഫ് മീഡിയ. നമുക്കറിയാം പ്രൊഡക്ഷൻ ഫേസിൽ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. സോ ഇതിലെ ഈ ഓരോ ഫേസസിലുമുള്ള ആളുകൾ അല്ലെങ്കിൽ ജോബ് ടൈറ്റിൽസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇത് റിലേറ്റഡ് ഒക്കെ നമ്മൾ പഠിക്കും. ആൻഡ് ക്യാമറയുടെ ബേസിക്സ്, ഫോട്ടോഗ്രാഫിയുടെ ബേസിക് എലമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എഡിറ്റിംഗ് റിലേറ്റഡ് ടെക്നോളജീസ് പഠിക്കുന്നുണ്ട്. ആൻഡ് പേപ്പർ 1ലും പേപ്പർ 2ലും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു യൂണിറ്റ് ആണ് ICT ആൻഡ് മീഡിയ എന്നുള്ളത്. നമ്മൾ പേപ്പർ 1ൽ ICT കമ്പ്യൂട്ടർ ജനറേഷനെ കുറിച്ചൊക്കെ വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പേപ്പർ 2ലേക്ക് വരുവാണെങ്കിൽ ICTയുടെ ആപ്ലിക്കേഷൻ ഇൻ ദി ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ, മീഡിയ ആൻഡ് ഗവേണൻസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ICT അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജീസും പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. ആൻഡ് ആനിമേഷൻ ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. യൂണിറ്റ് നമ്പർ 9 അത് ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു പക്ഷേ ഇത് അപ്പയർ ചെയ്യുന്ന മീഡിയ സ്റ്റഡീസിലുള്ള സ്റ്റുഡൻസ് തന്നെ അവർ ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് ആയിരിക്കും. സോ ലാസ്റ്റ് എക്സാമിന് MCJ സ്റ്റുഡൻസിന് ഒരു ബെനിഫിറ്റ് ആയത് എന്താന്ന് വെച്ചാൽ പേപ്പർ 1ലും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. മാച്ച് ദ ഫോളോയിങ്, അതായത് ഡയറക്ടേഴ്സും ഫിലിമും മാച്ച് ദ ഫോളോ ചെയ്യാനായിട്ട്. ആൻഡ് സത്യജിത്രയുടെ മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പേപ്പർ 1ൽ വന്നു. അപ്പം MCJ സ്റ്റുഡൻസിന് ഇച്ചിലൂടെ ഈസി ആയിരുന്നു അത് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ. സോ ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഫിലിം മൂവ്മെന്റ്സ്, തിയറീസ്, ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ് അവാർഡ്സ് ഒക്കെയാണ്. ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ പാരലൽ മൂവ്മെന്റ്, ഇന്ത്യൻ പാരലൽ അല്ലെങ്കിൽ ന്യൂ വേവ് സിനിമ മൂവ്മെന്റ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡയറക്ടേഴ്സ്, അവരുടെ ഫിലിമോഗ്രഫി ഒക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ആൻഡ് ഫിലിം മൂവ്മെന്റ്സ്, തിയറീസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവാർഡ്സ് എന്ന് പറയുമ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങി ഓസ്കാർ ഓർ അക്കാഡമി അവാർഡ് എന്നറിയപ്പെടുന്ന ഓസ്കാർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ടേംസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു യൂണിറ്റും പേപ്പർ 1ൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്.
സോ റിസർച്ച് റിലേറ്റഡ് നമ്മളെല്ലാവരും മോസ്റ്റ് ഓഫ് us വിൽ ബി റിസർച്ച് ഓറിയന്റഡ്. സോ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. റിസർച്ച് പ്രോസസ്സിനെ കുറിച്ചും ടൈപ്പിനെ കുറിച്ചും റിസർച്ച് മെത്തഡോളജീസിനെ കുറിച്ചും സ്റ്റെപ്സിനെ കുറിച്ചും സാമ്പിളിംഗ് ടെക്നിക്സ്, ലെവൽസ് ഓഫ് മെഷർമെന്റ് തുടങ്ങി റിസർച്ച് എത്തിക്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. സോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഇമ്പോർട്ടൻറ്റ് MCJ സിലബസ് വൈസ് യൂണിറ്റ്സ്, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയ ബേസ്ഡ് ഒൺലി ഓൺ PYQ ആണ്. ഇതിൽ കവിഞ്ഞ് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനും എക്സ്ട്രാ റീഡ് ചെയ്യാനും റെഫർ ചെയ്യാനും ഉണ്ട്. ഇത് PYQ ബേസ്ഡ് ആയിട്ടുള്ള കോർ പോർഷൻസ് മാത്രമാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. സോ ലാസ്റ്റ് എക്സാം, അതായത് ജൂൺ 2025 എക്സാം പാറ്റേൺ ആണ് ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലായിരിക്കും. എന്തൊക്കെ വന്നു, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ എക്സാമിനും നമുക്ക് ക്രോണോളജി പ്രതീക്ഷിക്കാം. ക്രോണോളജി എല്ലാ യൂണിറ്റ് ബേസ് ചെയ്തും പ്രതീക്ഷിക്കാം. ലാസ്റ്റ് എക്സാമിന് വന്നിട്ടുള്ള ക്രോണോളജിയുടെ ഏരിയാസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അത് മീഡിയ മാനേജ്മെന്റിൽ പഠിക്കുന്നതാണ്. അതിന്റെ ഇൻസെപ്ഷൻ ഇയർ അത് അറേഞ്ച് ചെയ്യാനായിട്ടായിരുന്നു ഒന്ന്. പിന്നെ ഏർലി ഇന്ത്യൻ മൂവീസ്, സത്യജിത് റേ മൂവീസ്. സത്യജിത് റേ മൂവീസ് പേപ്പർ 1ലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടേമില്. റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഇവന്റ്സ് അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ലാസ്റ്റ് ടേമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ജൂൺ 2025. പിന്നെ അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ ക്രോണോളജി വന്നിട്ടുണ്ട്. അടുത്തത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അത് പൊതുവെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ക്രോണോളജി, അതിന്റെ ഫൗണ്ടിങ് ഇയറിന്റെ ക്രോണോളജിയാണ് ചോദിച്ചത്. പിന്നെ ആക്സ്, മീഡിയ ലോസ് ആൻഡ് എത്തിക്സിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ആക്സിന്റെയും ഒരു അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ആക്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരുന്നത്. അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ജൂൺ 2025 എക്സാമിൽ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ന്യൂസ് ഏജൻസി റിലേറ്റഡ്, ഇന്റർനെറ്റ് ഫാക്ട്സ് റിലേറ്റഡ്, മാസ് മീഡിയ ഇൻ ജനറൽ റിലേറ്റഡ് ഒക്കെ സെപ്പറേറ്റ് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് തരും. അതിൽ നിന്നും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഓർ സെറ്റ് ഓഫ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്തത് ഫൗണ്ടേഴ്സ്. ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ മുതൽ നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടർ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിൻസ് യു ഗൈസ് ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാം, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മലയാള മനോരമയുടെ ഫൗണ്ടർ ആരാന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? കുറെ നാൾക്ക് ശേഷമാണ് ഒരു മലയാളം ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ചോദിച്ചിട്ടുള്ളത്. ഇത്ര നാളും ഹിന്ദി റീജിയണൽ ന്യൂസ് പേപ്പർ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ആയിരുന്നു. ലൈക് സെറ്റ് എക്സാമിന് മാത്രം കണ്ടുവരുന്ന അതാണ് ലൈക് മലയാളം റിലേറ്റഡ് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടേഴ്സ്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് മലയാള മനോരമ റിലേറ്റഡ് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ചോദിച്ചിട്ടുണ്ട്. യെസ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ ഫൗണ്ട് ചെയ്തത്. നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടറിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. അതറിയാമോ? OTT പ്ലാറ്റ്ഫോം ആണ്, നമ്മളെല്ലാരും യൂസ് ചെയ്യുന്നതാണല്ലോ. സോ നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടറിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അതറിയാമോ? ഓക്കെ, ഞാൻ പറയാം. റീഡ് ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. യെസ് വെരി ഗുഡ്. റീഡ് ഹാസ്റ്റിങ്സ് ആണ്. ആൻഡ് ആളുടെ കൂടെ ഒരു കോ ഫൗണ്ടറും കൂടെ ഉണ്ട്. അതിന്റെ ഫൗണ്ടിങ് ഇയർ അറിയാമോ? ഫൗണ്ടിങ് ഇയർ ഓഫ് നെറ്റ്ഫ്ലിക്സ്. എന്ന് പറയുന്നുണ്ട്. യെസ്, 1997 ആണ്. യെസ്, 1997 ആണ് നെറ്റ്ഫ്ലിക്സ് ഫൗണ്ട് ചെയ്തത് ബൈ റീഡ് ഹാസ്റ്റിങ്സ്. ആൻഡ് ടൈം മാഗസിന്റെ ഫൗണ്ടറിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. ടൈം മാഗസിന്റെ ഫൗണ്ടറിന്റെ പേര് അറിയാമോ? നമ്മൾ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് യൂണിറ്റില് അഡ്വർടൈസിംഗിന്റെ ഒരു അമേരിക്കൻ ജേർണലിസത്തിന്റെ ഒരു ഔട്ട്ലൈൻ നോക്കുന്നുണ്ട്. അപ്പൊ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൻറി ലൂസ് ആണ്. ടൈം മാഗസിൻ ഫൗണ്ട് ചെയ്ത ഇയർ 1923 ആണ്.
ആൻഡ് എല്ലാ പ്രാവശ്യവും നമുക്ക് കുറെ ജനറൽ ടെർമിനോളജീസ് കിട്ടാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യവും യെസ് 1923 ആണ് ടൈം മാഗസിൻ ഫൗണ്ട് ചെയ്തേക്കുന്നത്. ഈ പ്രാവശ്യവും കുറച്ച് ടെർമിനോളജീസ് വന്നിട്ടുണ്ട്. ദിസ് ടെർമിനോളജി ഇസ് ഫ്രം കമ്മ്യൂണിക്കേഷൻ റിസർച്ച്. ഇത് മീഡിയ മാനേജ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് ഫോട്ടോഗ്രാഫി ഓഫ് കോഴ്സ് മീഡിയ മാനേജ്മെന്റ് ഒക്കെ. അപ്പോ ബോയിലിംഗ് ഡൗൺ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇഫ് യു ആർ പ്രസന്റിങ് എ ഡേറ്റ ഇൻ ഷോർട്ട് ക്രിസ്പ് മാനർ, ഒരു വലിയ ഡേറ്റയെ ചുരുക്കമായിട്ട് അവതരിപ്പിക്കുന്നെങ്കിൽ അതിനെയാണ് ബോയിലിംഗ് ഡൗൺ എന്ന് പറയാം. ആൻഡ് ഗ്യാഫർ എന്നുള്ളത് മീഡിയ മാനേജ്മെന്റിൽ നമ്മൾ സിനിമാറ്റോഗ്രഫി ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടെക്നിക്കൽ ടീമാണ് ലൈറ്റിംഗ്, റൈറ്റ്? സോ ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ലൈറ്റ് ടെക്നീഷ്യനെയാണ് ഗാഫർ എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. സോ ഈ ഒരു പേര് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാമറ കാലിബ്രേഷൻ എന്നുള്ളത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമ്മളിപ്പോ ഒരു ഷോട്ട് വളരെയധികം പ്രിസൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ കുറച്ച് മെഷേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യണം, അല്ലെ? ആ ലെൻസിന്റെ ഡിസ്റ്റോഷൻ, ലെൻസും സെൻസറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ രീതിയിൽ എല്ലാ മെഷേഴ്സിനെയും വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്തിനാണ്? ഫോർ ഗെറ്റിംഗ് ദ പ്രിസൈസ് ഷോട്ട്. അതിനെയാണ് ക്യാമറ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ ജനറലി ഇത്രയും ടേംസ് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഫോർ യുവർ ഇൻഫോർമേഷൻ. പിന്നെ ഒരു കാറ്റഗറി വരുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും ബുക്സ് ആൻഡ് ഓതേഴ്സ് എല്ലാ യൂണിറ്റ് റിലേറ്റഡും വരുന്നുണ്ട്. PR റിലേറ്റഡ് എപ്പോഴും കാണാറുണ്ട്, അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ഒക്കെ ബുക്സ് ആൻഡ് ഓതേഴ്സ് വരും, ജനറൽ ആയിട്ട് വരും. ഇപ്രാവശ്യം കണ്ടൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇത് ലൈക് ഇന്ത്യൻ ജേർണലിസ്റ്റ് ആൻഡ് ദെയർ മേജർ പബ്ലിക്കേഷൻ. ഹെഡ്ലൈൻസ് ഫ്രം ഹാർട്ട്ലാൻഡ് എന്നുള്ളത് ഏത് ജേർണലിസ്റ്റിന്റെ പബ്ലിക്കേഷൻ ആണ് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആൻസർ വരുന്നത് സേവന്തി നിനാൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്നുള്ള ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയത്? സോ ദി ആൻസർ ഇസ് നീരജ ചൗധരി. സോ ദീസ് ടു ആർ ഇന്ത്യൻ ജേർണലിസ്റ്റ്. അപ്പോൾ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ആൻഡ് അവരുടെ പബ്ലിക്കേഷൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്രാവശ്യം 2 ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ളതും PR റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കാണാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു കൈൻഡ് ഓഫ് മാച്ച് ദ ഫോളോയിങ് വന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ പേർപ്പസസ്. അതായത് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടെ എക്സിസ്റ്റിംഗ് പേർപ്പസ് എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു. റിസർച്ചിലെ മെഷർമെന്റ് സ്കെയിൽസ്, അതിന്റെ ഡെഫിനേഷൻ, അതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫാക്ച്വൽ ആയിട്ട് എന്നാൽ അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് ടാഗ് ലൈനും ക്യാമ്പയിൻസും ആണ്. US ക്യാമ്പയിൻസ്, വെരി റീസെന്റ് ക്യാമ്പയിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോട്ട് വിച്ച് ഇസ് വെരി ഫാക്ച്വൽ, CP സ്കോട്ടിന്റെ ഈ ഒരു കമന്റ് ഇസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സ്കെയർ എന്നുള്ള ഈ ഒരു കോട്ടും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ജനറൽ ആയിട്ട് ന്യൂസ് പേപ്പറിന്റെ എഡിറ്റേഴ്സ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ ടേമില് ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ആ ഒരു പാറ്റേൺ മാച്ച് ദ ഫോളോയിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യവും അങ്ങനെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 2-3 ടേമിലായിട്ട് അത് വരുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഏർലി PYQs ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ജനറൽ കോൺസെപ്റ്റ്സ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, തിയറി, അതിന്റെ പ്രൊപ്പൗണ്ടേഴ്സ്, പിന്നെ സിനിമ ആൻഡ് ജോണേഴ്സ്. അഗെയിൻ ജൂൺ 2025 എക്സാമിന്റെ ഒരു കോംപ്രഹെൻസീവ് അനാലിസിസ് അല്ലെങ്കിൽ പാറ്റേൺ അനാലിസിസ് അല്ല ഇത്. ജനറൽ ആയിട്ട് ഇതൊക്കെയാണ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ഹാസ് ബീൻ ആസ്ഡ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സ്ലൈഡ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനിയും എക്സാമിന്, അതായത് അടുത്ത ടേമിലെ എക്സാമിന് 3 മാസം തികച്ചില്ല. 3 മാസം പോലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു 2.5 എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടോ എന്ന് സംശയം, കാരണം ഇതിപ്പം September 22 അല്ലേ, ലൈക്ക് സെപ്റ്റംബർ ഹാഫ് ആയി. സോ ഇത്ര ഒരു ലിമിറ്റഡ് ടൈം പീരീഡില്, ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ തരാം. നമുക്ക് ഡിസംബർ സൈക്കിളിനോടനുബന്ധിച്ച് JRF എക്സലൻസ് ബാച്ച് ഐഫറിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. അതിന്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് ഐഫർ എക്സാം ഹാക്കിംഗ് സിസ്റ്റം ആണ്.
അതായത് ഇപ്പൊ കുട്ടികൾക്ക് പൊക്കോണ്ടിരിക്കുന്ന ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി PYQs ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിലെ ജൂൺ 2025 പേപ്പർ 1 ആൻഡ് പേപ്പർ 2 റിലേറ്റഡ് PYQ ആയിട്ടാണ് കാറ്റഗറൈസ് ആയിട്ട് കുട്ടികൾക്ക് പൊക്കോണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ലേറ്റസ്റ്റ് PYQ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോ ഡെയിലി ടെസ്റ്റ് ആയിട്ട് അത് എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതേപോലെ ഐഫർ എക്സാം ഹാക്കിംഗ് സിസ്റ്റം അതിനോടനുബന്ധിച്ച് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിറ്റിലെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ, അതേപോലെ മോഡറേറ്റ്, എക്സ്ട്രാ റീഡിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ യൂണിറ്റ് വൈസ് മെറ്റീരിയൽസ് കാറ്റഗറൈസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ മറ്റ് പല ഫീച്ചേഴ്സ് ഈ ഒരു ബാച്ചിൽ ഇപ്പോ ഇൻക്ലൂഡഡ് ആണ്. സോ അഡ്മിഷൻ ഇസ് ഗോയിങ് ഓൺ. ആൻഡ് എപ്പോഴും ഐഫറിന്റെ ഒരു മോട്ടോ പോലെ തന്നെ ഇറ്റ്സ് എ ഹാപ്പി വേ ടു ലേൺ, ഇറ്റ്സ് എ ഹാപ്പി സ്പേസ് ടു ലേൺ. സോ ഇവിടെ ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ആണ്. നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ നിങ്ങളുടെ ഈ ഒരു സെൽഫ് ഡയറക്റ്റഡ് ജേർണി അത്യാവശ്യം ഗൈഡഡ് ആക്കുവാൻ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നാവിഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള നാവിഗേഷൻ യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം ഹിയർ. നമുക്ക് പേപ്പർ 1 വളരെയധികം റെക്കമെൻഡഡ് ആയിട്ടുള്ള സെഷൻസ് എസ്പെഷ്യലി ഫ്രം ആ JRF മാസ്റ്റർ അനീസ് പൂർത്തി സാറിൽ നിന്നും മറ്റ് ഫാക്കൽറ്റിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എക്സാമിനോടനുബന്ധിച്ച് 5 AM JRF ക്ലബ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നമ്മൾ നവംബർ മന്ത് ഇസ് ഗോയിങ് ടു ബി ഒബ്സർവ്ഡ് ആസ് റിവിഷൻ മന്ത്. അപ്പോൾ 40 hours ഓഫ് എക്സ്ക്ലൂസീവ് JRF ക്ലബ്സ് പേപ്പർ 2 ലഭിക്കുന്നുണ്ട്. ആൻഡ് തറോ മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ ഉണ്ടായിരിക്കും ഫോർ ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ഓൾ. ഇപ്പൊ നമുക്ക് ഒരു കൃത്യം 50 ഡേയ്സിനോടകമേ ഉള്ളൂ അല്ലേ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. സോ 50 days സ്റ്റഡി പ്ലാൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ബുക്ക് ഫോർ PYQ പ്രാക്ടീസ്. ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫറിന്റെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ ഹാർഡ് കോപ്പി പോസ്റ്റൽ സർവീസ് വഴി ഇഫ് യു ആർ ബുക്കിംഗ് ഫോർ വൺ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. സോ ഹാർഡ് കോപ്പി ഓഫ് ബുക്ക് ഇസ് അവൈലബിൾ. ക്ലിയർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് തന്നെ ഉണ്ട്. അവിടെ സ്റ്റുഡൻസിന് അവരുടെ പ്രിപ്പറേഷൻ ടൈംസിൽ ഫേസ് ചെയ്യുന്ന എല്ലാ ഡൗട്ട്സ് എന്താണെങ്കിലും അതിനൊരു കൃത്യം ഫോർമാറ്റിൽ ആ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ 2 hours മെന്റേഴ്സ് അത് ക്ലിയർ ചെയ്യും എന്നുള്ളത്. അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ക്ലിയർ സ്പോർട്സ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് എക്സിസ്റ്റിംഗ് ആണ്. ഓരോ ദിവസവും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവരെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ആൻഡ് വിൽ ബി ഹാവിംഗ് വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോഡൽ എക്സാം, കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള എക്സാം, അതായത് എക്സാം ലേറ്റസ്റ്റ് ജൂൺ 2025 എക്സാമിനോടനുബന്ധിച്ച് ആ എക്സാം പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി ന്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മന്ത്ലി മോഡൽ എക്സാംസിൽ പ്രൊവൈഡ് ചെയ്യുക. And one of the other exclusive feature of IFR is IFR ARF exam, which is IFR Research Fellowship exam. Most of the terms ഈ ARF exam winners അല്ലെങ്കിൽ ടോപ്പേഴ്സ് ആണ് ഇവിടെ JRF ക്രാക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റിലും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടും പേപ്പർ 1 ഒക്കെ. സോ ഒരു മിനി നെറ്റ് എക്സാം തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിന് തൊട്ടു മുന്നേ ദ 3 hour മിനി നെറ്റ് എക്സാം ഫീൽ തരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ക്യൂറേറ്റ് ചെയ്ത് 150 ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഓൺലൈനിൽ. ആൻഡ് ഇത് നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ, ടോപ്പ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി റിസീവിംഗ് ARF ഫെലോഷിപ്പ് ഓൺലി ഫോർ 1 time. ഒരു ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് ഫോർ ദ 1 time യു വിൽ ബി ഗെറ്റിംഗ്. നമുക്ക് ഹാപ്പിനെസ് ഓഫീസ് ഉണ്ട്, സർവീസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ എല്ലാവരും വി ആർ ഡിഫറെന്റ് ഹ്യൂമൻസ്, റൈറ്റ്? നമുക്കിപ്പോ എക്സാം സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി വരാം, വിച്ച് ഇസ് വെരി നോർമൽ. എന്നാൽ ചിലർക്ക് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ചിലർ ഭയങ്കര അധികം സ്ട്രെസ്ഡ് ആവും എക്സാമിനോടനുബന്ധിച്ച് നിൽക്കുമ്പോൾ. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളെ മെന്റലി ഇമോഷണലി സപ്പോർട്ട് തരുന്ന ഒരു സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട്. വി ഹാവ് എ സെറ്റ് ഓഫ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് സർവീസ്. പിന്നെ ഐഫർ പോഡ്കാസ്റ്റ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഓഡിയോ ടിപ്സ്, മോട്ടിവേഷൻ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഐഫർ ആപ്പിൽ ഐഫർ പോഡ്കാസ്റ്റിൽ ലഭിക്കുന്നതാണ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ക്ലൂസീവ് JRF ക്ലബ്സ്. ആക്ച്വലി ഐഫറൈസ് ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണിത്, JRF ക്ലബ്സ് എന്നുള്ളത്.
40 അവർ സെഷൻ ആണ് നവംബർ മന്തിൽ നമ്മൾ പേപ്പർ 2ലും പേപ്പർ 1ലും കൊടുക്കുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂമിംഗ് സെഷൻ തന്നെ ആയിരിക്കും. ആൻഡ് എബോവ് ഓൾ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾക്ക് കരുതാൻ പറ്റുന്ന ഒരാളാണ് ഐഫറിന്റെ ആപ്ലിക്കേഷൻ, ഐഫർ ആപ്പ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഗെയിമിഫിക്കേഷൻ രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഐഫർ ആപ്പ്. നിങ്ങൾക്ക് വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങളുടെ ലേണിംഗ് കംപ്ലീറ്റ്ലി ഒരു ഗെയിമിഫിക്കേഷൻ മോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഐഫർ ആപ്പ് ഇപ്പോൾ കുറെ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഐഫർ ആപ്പിൽ മാക്സിമം ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, അതായത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. സോ ഇഫ് യു ആർ അറ്റൻഡിങ് മോർ ടെസ്റ്റ്, അതനുസരിച്ച് നിങ്ങളുടെ സ്കോർ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ സ്പെസിഫിക് സബ്ജക്റ്റിലും അല്ലാതെ പേപ്പർ 1ന്റെ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഉണ്ട്. നിങ്ങൾ എത്രത്തോളം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, എത്രത്തോളം സ്കോർ അറ്റൈൻ ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങളുടെ സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇങ്ങനെ ടോപ്പിലേക്ക് വരുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഒക്കെ കിട്ടും, കൂടുതൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഉഷാറൊക്കെ വരും. പിന്നെ സ്ട്രീക്സ് ആണ്, സ്നാപ്ചാറ്റിലൊക്കെ പോലെ സ്ട്രീക്സ് ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇത്ര മിനിറ്റ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ട്രീക്സ് കിട്ടും. ഒരു ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ ആ സ്ട്രീക്സ് അഗൈൻ 0യിലേക്ക് പോകും. ആൻഡ് മെഗാ മോക്ക് സ്റ്റാർ എന്നുള്ള ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മെൻഷൻ ചെയ്ത വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റിൽ ഇഫ് യു ആർ ബിക്കമിങ് എ കൺസിസ്റ്റന്റ് വിന്നർ, നിങ്ങൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വീക്സിൽ വിന്നേഴ്സ് ആവുകയാണെങ്കിൽ യു വിൽ ബി റിസീവിംഗ് മെഗാ മോക്ക് സ്റ്റാർ. ഇതൊക്കെ ഒരു എന്താ പറയാ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യും. അതുകൊണ്ടാണ്. ദെൻ വി ക്യാൻ ഷെയർ സ്റ്റോറീസ്. നിങ്ങൾ പഠിക്കുന്ന ഒരു പോർഷൻ അതിന്റെ പിക്ചറൊക്കെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ലേണേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഡിസ്കഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാം. ആപ്പിൽ തന്നെ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഇതേപോലെ കുറെ ഫീച്ചേഴ്സ് ആപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഐഫർ ആപ്പ് വിൽ ബി എ ബഡി ഫോർ യു. സോ അത് വളരെയധികം എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞു. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഐ നോ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ വാട്ട് സോർട്ട് ഓഫ് ലേണർ ആണെന്ന് ഓൾറെഡി റിയലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും അതിന്റെ ഒരു ക്വസ്റ്റിലായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും. അപ്പോ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണോ അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് സ്ട്രാറ്റജി, റൈറ്റ്? എല്ലാവർക്കും ഒരു ജനറൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലർ വിഷ്വൽ ലേണർ ആണ്. ഞാനൊരു വിഷ്വൽ ലേണർ ആണ്. എനിക്കൊരു മൂവി ഒരു നോവൽ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂവി കണ്ടിട്ട് നോവൽ വായിക്കുമ്പോഴാണ് ഞാൻ ഇച്ചിരൂടെ അത് മനസ്സിലാക്കുക. സോ ആ രീതിയിൽ നിങ്ങൾ വാട്ട് സോർട്ട് ഓഫ് ലേണർ ആണ് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതനുസരിച്ച് നിങ്ങളുടേതായ പേഴ്സണലൈസ്ഡ് സ്ട്രാറ്റജീസ് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Some common tips and strategies I'll be sharing. ഇത് മോസ്റ്റ് ഓഫ് ദി ഐഫറീസ് അവരുടെ ടെസ്റ്റിമോണിയലിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞതിന്റെ ഒരു ഓവറോൾ അവരുടെ ജിസ്റ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വിക്ക് നോട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു എസ്സേ പോലെ തന്നെ എഴുതി വെക്കാതെ വളരെ ക്വിക്ക് ആൻഡ് ഷോർട്ട് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതർവൈസ് നമ്മൾ മൾട്ടിപ്പിൾ നോട്ട്ബുക്സിൽ നോട്ട് എഴുതി വെച്ചിട്ട് എസ്സേ വായിക്കുന്ന ഒരു അവസ്ഥ എക്സാമിന്റെ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ വിൽ ബി വെരി ആൻഷ്യസ്, റൈറ്റ്? സോ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാം. മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാം. കോഡോടുകൂടി നമുക്ക് ഇപ്പൊ ക്രോണോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ കോഡോടുകൂടി പഠിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഫോർമുലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മുടെ അവയർനെസ്, ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിലുള്ള നമ്മുടെ ആ ഒരു ക്വിക്നെസ് എല്ലാം വളരെയധികം ഓരോ ദിവസവും ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സോ എവറി ഡേ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ
ലേണിംഗ് ആസ് എ ഡെയിലി ആൻഡ് ഹാപ്പി ഹാബിറ്റ് എന്നുള്ളത് ഇവിടെ ഒരു ഹാപ്പി വേ ഓഫ് ലേൺ ആണ് ഐഫ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ പഠിക്കുന്നത് നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ ഒരു ത്രില്ല്. സോ ആ രീതിയിൽ ഡെയിലി നിങ്ങൾ പഠിക്കുന്നത് എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രാക്ക് നെറ്റ് ഓർ JRF. ആൻഡ് ഇത് ഐ മസ്റ്റ് സേ റിപ്പീറ്റഡ്ലി ബിക്കോസ് മേക്ക് ഷുവർ ദാറ്റ് യു റിവൈസ് വെൽ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, അതായത് ഈ ഒരു പോയിന്റിന് മുന്നേ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് ചെയ്തില്ല എങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളിപ്പോ മാക്സിമം ടെസ്റ്റ് റെഫർ ചെയ്തു, കുറെ ആർട്ടിക്കിൾസ് വായിച്ചു, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി, എല്ലാം ചെയ്തു, ഓക്കെയാണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് അറ്റ് ഓൾ തറോലി റിവൈസിങ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആവില്ല. സോ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ഇസ് വെരി മച്ച് നെസസറി ഫോർ യുവർ നെറ്റ് പ്രിപ്പറേഷൻ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഐ ഹോപ്പ് യു വിൽ ബി യൂട്ടിലൈസിങ് ദീസ് സ്ട്രാറ്റജീസ് ഇൻ യുവർ പ്രിപ്പറേഷൻ. ഓർ അതർവൈസ് നിങ്ങൾ അത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഞാനൊരു കുറച്ച് ഫോർമുല അല്ലെങ്കിൽ ഒരു 4P ഫോർമുല ഫോർ സക്സസ് തരാം. ഇവിടെ ഇപ്പൊ 4P നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു പിയും കൂടെ ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ വരും. ഇത് നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു കോട്ടാണ്. പേഷ്യൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് പെർസ്പിറേഷൻ മേക്ക് ആൻ അൺബീറ്റബിൾ കോമ്പിനേഷൻ ഓഫ് സക്സസ് എന്നുള്ളത്. അതായത് ക്ഷമ വേണം, പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് വേണം, ആൻഡ് പെർസ്പിറേഷൻ. ഇറ്റ്സ് ലൈക്ക് പെർസ്പിറേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രോസസ് ഓഫ് സ്വെറ്റിംഗ് ആണ്. അപ്പോ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ക്ഷമയോടുകൂടി ഈ ഒരു ജേർണീനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മറ്റേ ആ ഒരു സിനിമ ഡയലോഗ് പറയുന്നത് പോലെ ക്ഷമ വേണം, സമയമെടുക്കും എന്നുള്ള റിയലൈസേഷനോട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, along with another P, അത് വേറൊന്നുമല്ല, PYQ പ്രാക്ടീസ് ആണ്. ഞാനിപ്പോ ഈ സെഷനിൽ ലേറ്റസ്റ്റ് ജൂൺ 2025 PYQന്റെ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്രത്തോളം PYQ നമ്മുടെ ഈ ഒരു നെറ്റ് JRF പ്രിപ്പറേഷൻ ജേർണിയിൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് PYQ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. സോ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് വളരെയധികം പേഷ്യൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ഹാർഡ് വർക്കോടുകൂടി ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്രാക്ക് നെറ്റ് ഓർ JRF. നമുക്ക് കുറച്ച് PYQ ഡിസ്കസ് ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ PYQ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എത്രത്തോളം PYQ ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാല് നമുക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ പാർട്ടിസിപ്പേറ്റ്. ഇത് ഡിസംബർ 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള മാച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആൻസർ ഒന്ന് പറയാമോ? അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു ആൻസർ പറഞ്ഞോ, അറിയത്തില്ലെങ്കിലും. ഡി ആണോ ഇ ആണോ പറഞ്ഞേ? ഇ ഇല്ലല്ലേ, അപ്പൊ ഡി ആയിരിക്കും. ഓക്കെ, ഡി പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇതിലെ കറക്റ്റ് പെയറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഇതിൽ ഏതൊക്കെയോ ഇൻകറക്റ്റ് പെയർ ആണ് എന്നാണ് പറയുന്നത്. ആൻസർ ചെയ്യാമോ? ഓക്കെ, ആൻസേഴ്സ് ഒരാള് ഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം.
ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. അതായത് ഇത്രയും ഈ 3 പേയേഴ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇത് രണ്ടും കറക്റ്റ് അല്ല അത്ര. സോ നോക്കാം. ഭാരതേന്ദു ഹരിചന്ദ്ര എന്ന് പറയുന്നത് ബ്രാഹ്മിൻ എന്ന് പറഞ്ഞ പബ്ലിക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഭാരതേന്ദു ഹരിചന്ദ്ര പ്രധാനമായിട്ടും അസോസിയേറ്റ് നിൽക്കുന്ന പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് കവിവചൻ സുധ, ഹരിചന്ദ്ര മാഗസീൻ ആൻഡ് ഹരിചന്ദ്ര ചന്ദ്രിക എന്നുള്ള രീതിയിലുള്ള പബ്ലിക്കേഷനായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇദ്ദേഹം മോഡേൺ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് തിയേറ്റർ, ലിറ്ററേച്ചർ ആൻഡ് തിയേറ്ററിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഓൾസോ ഹി ഈസ് നോൺ ആസ് രാജാറാം മോഹൻ റോയ് ഓഫ് ഹിന്ദി ജേർണലിസം. എനിവേ ഇയാളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്, നമ്മൾ നോക്കുന്നില്ല. അടുത്തത് ഇതും മിസ്മാച്ച് ആണെന്നാണ് പറയുന്നത്. ശിവ് പ്രസാദ് ശുക്ല അല്ല കാൽ എന്ന ഈ ഒരു പബ്ലിക്കേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാൽ എന്ന ഈ ഒരു പബ്ലിക്കേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുടെ പേര് SM പരഞ്ച്പേ എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് BCE, ദാറ്റ് ഈസ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയുടെ ഒരു പബ്ലിക്കേഷൻ ആണ് പ്രതാപ്. രാമാനന്ദ് ചാറ്റർജിയുടെ ഒരു പബ്ലിക്കേഷൻ ആണ് വിശാൽ ഭാരതി. മക്കനാൽ ചതുർവേദിയുടെ ഒരു പബ്ലിക്കേഷൻ ആണ് കരംവീർ. നമുക്കിനി ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രതാപ് എന്ന് പറയുന്നത് ഹിന്ദി പ്രതാപാണ് കേട്ടോ. പ്രതാപ് നമുക്ക് ഹിന്ദി പ്രതാപും ഉണ്ട്, ഉറുദു പ്രതാപും ഉണ്ട്. സോ ഹിന്ദി പ്രതാപ് അതിന്റെ പബ്ലിക്കേഷൻ ഇയർ എന്ന് പറയുന്നത് 1913 ആണ്. ഓക്കെ, അതിന്റെ പബ്ലിഷിംഗ് പ്ലേസ് എന്ന് പറയുന്നത് കാൺപൂർ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടു ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയാണ് പ്രതാപ് ഫൗണ്ട് ചെയ്തേക്കുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ 2-3 സെറ്റ് ഓഫ് PYQ അനലൈസ് ചെയ്യും. അപ്പൊ ഇത് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിന്ദി പ്രതാപ് അതിന്റെ ഇയർ 1913 അതിന്റെ പബ്ലിഷിംഗ് പ്ലേസ് എന്ന് പറയുന്നത് കാൺപൂർ ആണ്, ഉത്തർപ്രദേശിലെ കാൺപൂർ ആണ്. ആൻഡ് ഇറ്റ് വാസ് എഡിറ്റഡ് ബൈ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഹിന്ദി പ്രതാപിനെ പോലെ തന്നെ ഉറുദു പ്രതാപും ഉണ്ടെന്ന്. ഉറുദു പ്രതാപ് വരുന്ന വർഷം 1919 ആണ്. അതിന്റെ പബ്ലിഷിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ലാഹോർ ആണ്. അത് പബ്ലിഷ് ചെയ്ത ആളുടെ പേര് മഹർഷി കൃഷ്ണനാണ്. ഒരു ടേമിലെ എക്സാമിന് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉറുദു പ്രതാപ് വാസ് പബ്ലിഷ്ഡ് ഫ്രം ദ പ്ലേസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആകെപ്പാടെ ഹിന്ദി പ്രതാപ് മാത്രമേ അറിയുള്ളൂ. എവിടെ നിന്നാണ് ഈ ഉറുദു പ്രതാപ് വന്നേ എന്നുള്ളൊരു കാര്യം, അതും 1919 സോ ഉറുദു പ്രതാപ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ പബ്ലിക്കേഷൻ ഫൗണ്ടഡ് ഇൻ ദി ഇയർ 1919 ബൈ മഹർഷി കൃഷ്ണ ഫ്രം ലാഹോർ. നമുക്ക് പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് നമ്മൾ നോക്കുന്നത് ഹിന്ദി പ്രതാപാണ്. കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് 1913 ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി എഡിറ്റ് ചെയ്ത ബുക്കാണ്. ഓക്കെ, അപ്പോ അടുത്തത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആളാണ് രാമാനന്ദ് ചാറ്റർജി അല്ലെ. വിശാൽ ഭാരത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഇന്ത്യൻ ഹിന്ദി ലാംഗ്വേജ് മാഗസീന്റെ ഫൗണ്ടർ ആണ് രാമാനന്ദ് ചാറ്റർജി. അദ്ദേഹം ഈ ഒരു മാഗസീൻ ഫൗണ്ട് ചെയ്ത വർഷം 1929 അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. രാമാനന്ദ് ചാറ്റർജി കയാസ്ത സമാചാർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീക്കിലി, അതും അലഹബാദിൽ നിന്നും പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് വീക്കിലി ആയിട്ടുള്ള കയാസ്ത സമാചാറിന്റെ എഡിറ്റർ ആയിരുന്നു. ആൻഡ് ദിസ് കയാസ്ത സമാചാർ വാസ് ഫൗണ്ടഡ് ബൈ സച്ചിദാനന്ദ സിൻഹ. ജസ്റ്റ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫാക്ട് കൂടെ കിട്ടി. അതേപോലെ തന്നെ രാമാനന്ദ് ചാറ്റർജിയുടെ മറ്റ് പബ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രഭാസി ആൻഡ് മോഡേൺ റിവ്യൂ എന്ന് പറഞ്ഞ പബ്ലിക്കേഷന്റെ ഫൗണ്ടർ ആണ്. ഓക്കെ, സോ നമ്മൾ ആ രാമാനന്ദ് ചാറ്റർജി വിശാൽ ഭാരത് എന്ന് മാത്രമേ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഇത്രയും കൂടെ പോയിന്റ്സ് പഠിച്ചു. ഐ ഹോപ്പ് നിങ്ങളും ഇതൊന്ന് മനസ്സിലാക്കിയെന്ന്. സോ ഏതൊക്കെയാണ് പബ്ലിക്കേഷൻ വരുന്നത്? വിശാൽ ഭാരത് വരുന്നുണ്ട്, ഇറ്റ്സ് എ ഇന്ത്യൻ ഹിന്ദി ലാംഗ്വേജ് മാഗസീൻ. കയാസ്ത സമാചാർ എന്ന മാഗസീൻ എന്ന വീക്ക്ലിയുടെ എഡിറ്റർ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് വീക്ക്ലി ഹാസ് ബീൻ പബ്ലിഷ്ഡ് ബൈ സച്ചിദാനന്ദ സിൻഹ, ഫൗണ്ടർ ഓഫ് പ്രഭാസി ആൻഡ് മോഡേൺ റിവ്യൂ. ഈ 2 പബ്ലിക്കേഷന്റെ ഫൗണ്ടറും കൂടിയാണ്. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് മക്കനൽ ചതുർവേദിയാണ് അല്ലെ. സോ മക്കനൽ ചതുർവേദി എന്ന് പറയുന്നത് കരംവീർ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷന്റെ എഡിറ്റർ ആണ്. അതായത് മധ്യപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള
സോറി, മധ്യപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദി ജേണലിൽ ഒന്നാണ് കരംവീർ, ആൻഡ് ഇറ്റ് വാസ് എഡിറ്റഡ് ബൈ മക്കൻലാൽ ചതുർവേദി. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസംബർ ടേം 2025 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ഒരു, അതായത് ഡിസംബർ 2024 വന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കാം. ഹു വാസ് ദ എഡിറ്റർ ഓഫ് കരംവീർ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ, ചാറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ആൻസർ ചെയ്യാമോ? നമ്മളിപ്പോ വെരി റീസെന്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഹലോ, യെസ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായി കരംവീറിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് മക്കൻലാൽ ചതുർവേദി ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേമിൽ ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇത് ജൂൺ 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എക്സാം പാറ്റേൺ മനസ്സിലാക്കി തന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ, ആ ടേമിലെ ക്വസ്റ്റ്യനിൽ വന്നതാണ്. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാമോ? ഞാൻ നേരത്തെ സ്ലൈഡിൽ അത്യാവശ്യം നിങ്ങൾ അറ്റൻഷൻ തന്നിരുന്നുവെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ന്യൂസ് പേപ്പേഴ്സ്, അതിന്റെ പബ്ലിക്കേഷൻ പ്ലേസ്, ഇത് തമ്മിലൊന്ന് മാച്ച് ചെയ്യാനാണ് നമ്മളോടുള്ള ചോദ്യം. ആൻസർ ചെയ്യാൻ നോക്കാമോ? നിങ്ങൾക്ക് ഒറ്റൊരു കാര്യം അറിഞ്ഞാൽ മതിയാകും, ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ടൈമിന്റെ ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ തന്നെ പറയാം. അതായത് നോക്കൂ, നമ്മൾ നേരത്തെ സ്ലൈഡിൽ പ്രതാപ് ന്യൂസ് പേപ്പർ, ഹിന്ദി പ്രതാപ് ന്യൂസ് പേപ്പർ പഠിച്ചിരുന്നു അല്ലെ? ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി 1913 ഫൗണ്ട് ചെയ്ത, എഡിറ്റ് ചെയ്ത ന്യൂസ് പേപ്പർ ആണ്. അതിന്റെ പബ്ലിഷിംഗ് പ്ലേസ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അത് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാട്ടോ. ഇതാ ഈ ഒരു സ്ലൈഡിലെ കാര്യമാണ്. പ്രതാപ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ കാൺപൂർ, അത് ഓൾഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ബിഫോർ ഇൻഡിപെൻഡൻസിന് മുന്നേ വന്ന ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ കാൺപൂരിൽ നിന്നാണ് പ്രതാപ് എന്ന ഹിന്ദി ന്യൂസ് പേപ്പർ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി എഡിറ്റ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രതാപ് എന്നുള്ളത് കാൺപൂർ ആണ്. A:3. സോ A:3 വരുന്ന ഒറ്റ ഒരു ഓപ്ഷനെ ഔട്ട് ഓഫ് ദീസ് 4 നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് കണ്ണും പൂട്ടി ആൻസർ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് 3, ഓപ്ഷൻ സി എന്നുള്ളത്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് അറിയത്തില്ലായിരുന്നെങ്കിലും ഈ പ്രതാപ് കാൺപൂറുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. സോ പ്രതാപ് എന്ന് പറയുന്നത് 1913 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി എഡിറ്റ് ചെയ്ത ഒരു ഹിന്ദി ന്യൂസ് പേപ്പർ ആണ്. ദൈനിക് ഭാസ്കർ എന്ന് പറയുന്നത് 1958 വരുന്ന ഒരു ന്യൂസ് പേപ്പർ ആണ്. രാഷ്ട്രീയ സഹാര 1990s വരുന്ന ഒരു ന്യൂസ് പേപ്പർ ആണ്. അമർ ഉജാല എന്ന് പറയുന്നത് 1948 വരുന്ന ഒരു ന്യൂസ് പേപ്പർ ആണ്. സോ ഞാൻ ബേസിക്കലി കോൺസിക്യൂട്ടീവ് ടേംസിൽ വന്നിട്ടുള്ള 3 PYQs എത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ആക്ച്വലി ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ലാസ്റ്റ് ടേമിലെ JRF വിന്നർ ആണ്. ആള് പറഞ്ഞ ഒരു കോട്ടുണ്ട്,
ആളോടുള്ള സക്സസ് ടോക്കില് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുക. കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുക. സോ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് ആൻഡ് JRF ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ എക്സാമിനോടുള്ള ബന്ധത്തില് JRF എക്സലൻസ് ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഫ്യൂവൽ അപ്പ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു നാവിഗേഷൻ, ഏത് രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിൽ കൺസേണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാങ്ങിച്ച് അതിനെക്കുറിച്ച് തിരക്കാം, അന്വേഷിക്കാം. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ യു ടു ഫ്യൂവൽ അപ്പ് യുവർ പ്രിപ്പറേഷൻ. നമുക്ക് അഡ്വർടൈസ്മെന്റിൽ ഒരു തിയറി പഠിക്കാനുണ്ട്, ATRN തിയറി. അതായത് അഡ്വർടൈസ്മെന്റ് മോഡലാണ്, എറൻബർഗ് മോഡൽ എന്നാണ് പറയാ. അതിന്റെ 4 ഫേസസ് പറയുമ്പോൾ അതിൽ അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത് നഡ്ജിങ് ആണ്. ഓക്കെ, നഡ്ജിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ആ ഷോൾഡർ ടാപ്പ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ ഹെസിറ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, ഇമാജിൻ ദറ്റ് യു ആർ ഗോയിങ് ഫോർ എ പബ്ലിക് സ്പീക്കിംഗ്. ആ ഒരു സമയത്ത് ഭയങ്കര ഹെസിറ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് ഒന്നുമില്ല ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരു ഷോൾഡർ ടാപ്പ് തന്നാല് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അത് പെർഫോം ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും അല്ലെ. സോ ഐഫ വിൽ ബി എ നഡ്ജിങ് പ്ലാറ്റ്ഫോം ഫോർ യു, ഒരു മോട്ടിവേഷണൽ പ്ലാറ്റ്ഫോം ഫോർ യു. നിങ്ങളിപ്പോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഒരു റൈറ്റ് ഡയറക്ഷനിലായിരിക്കാം, പക്ഷെ നിങ്ങളെ നന്നായിട്ട് കൂടുതൽ ഒന്ന് ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് നാവിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ ഐഫ വിൽ പ്ലേ എ ഹ്യൂജ് റോൾ. ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദാറ്റ്. നമുക്ക് ലാസ്റ്റ് ടേമിലും 3ഓളം JRF വിന്നേഴ്സും മൾട്ടിപ്പിൾ നെറ്റ് സ്കോളേഴ്സും ഉണ്ടായിരുന്നു, ഹോൾഡേഴ്സും ഉണ്ടായിരുന്നു. സോ ഇഫ് യു വാണ്ട് to be a part of this journey and if you want to succeed with your dream, നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സും ഈ ഒരു ബാച്ചിലുണ്ട്. നവംബർ മന്ത് നമ്മൾ റിവിഷൻ മന്ത് ആയിട്ട് ഒബ്സർവ് ചെയ്യും. എക്സ്ക്ലൂസീവ് JRF ക്ലബ്സ് PYQ ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ആൻഡ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എനി കൺസേൺ, നിങ്ങൾക്ക് ഇപ്പം കമന്റ് ബോക്സിൽ ചോദിക്കാം. എന്തെങ്കിലും കൺസേൺ പ്രിപ്പറേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ് വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പൊ സെൽഫ് പ്രിപ്പയറിംഗ് ആണ് എന്നൊക്കെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ടോ? Either give me a yes or no. നോട്ട് ബാഡ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ലഭിച്ചിട്ടുണ്ട്. സോ എനിവേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉഷാറാക്ക്. നമുക്ക് ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിൽ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഇഫ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബാച്ച്, കൈൻഡ്ലി കോൺടാക്ട് ദ നമ്പർ വിച്ച് ഇസ് വിസിബിൾ ഇൻ യുവർ സ്ക്രീൻ. അപ്പോ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ഉണ്ടല്ലോ, ഇഫ് യു ഹാവ് ദ വിൽ there will be a way എന്നുള്ളൊരു സാധനം അല്ലെ. സോ ഇഫ് യു ആർ വെരി മച്ച് ഡിറ്റർമിൻഡ്, if you have the will, then there will be a way. And ഈ ഒരു കാര്യത്തില് ഐഫ will pave a way for you. നിങ്ങൾക്ക് വേണ്ടതായ റിസോഴ്സസ്, മെറ്റീരിയൽസ് ആയിക്കൊള്ളട്ടെ, ആപ്ലിക്കേഷനിലുള്ള ടെസ്റ്റുകൾ ആയിക്കൊള്ളട്ടെ, എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിന്നിങ് ആ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദാറ്റ്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺസ് ഓർ ക്വയറീസ്, we'll be winding up for the day. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ we'll be winding up the session. Okay, so thank you so much for joining. All the very best for your future interviews. Okay.